സുഹൃത്തുക്കളെ, സന്തോഷ വാർത്തയാണ്, രസകരമായ വാർത്തയാണ്. അമ്മ എന്ന് പറയുന്ന മലയാള സിനിമയിൽ അഭിനയിക്കുന്ന വർക്ക് ചെയ്യുന്ന ആ അഭിനേതാക്കളുടെ സംഘടനയായിട്ടുള്ള അമ്മ, അതിന് തലപ്പത്തേക്ക് ഒരു സ്ത്രീ വന്നിരിക്കുന്നു. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ ശ്വേതാ മേനോനാണ് അതിൻ്റെ തലപ്പത്തേക്ക് വന്നിട്ടുള്ളത്. തലപ്പത്ത് 4 പെണ്ണുങ്ങൾ എന്ന രീതിയിൽ റിപ്പോർട്ടർ ഒരു ഗംഭീര എഴുത്ത് കൊടുത്തിട്ടുണ്ട്. 4 പെണ്ണുങ്ങളെ ചിത്രങ്ങളുണ്ട്. AMMA പ്രസിഡന്റായിട്ട് ശ്വേതാ മേനോൻ, ജനറൽ സെക്രട്ടറി ആയിട്ട് കുക്കു പരമേശ്വരൻ. ഇവർ ഏത് സിനിമയിലാണ് അഭിനയിച്ചിരിക്കും വലിയ പിടുത്തൊന്നും കിട്ടുന്നില്ല. പോട്ട്. പിന്നെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് അൻസിബ ഹസൻ, വൈസ് പ്രസിഡന്റായിട്ട് ലക്ഷ്മി പ്രിയ. ഇങ്ങനെയാണ് ഇതിന്റെ ഏറ്റവും തലപ്പത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട ആ സ്ഥാനങ്ങളിലൊക്കെ സ്ത്രീകളാണ്. നല്ല കാര്യമെന്ന് തന്നെ പറയണം. നമ്മുടെ ശ്വേതാ മേനോൻ പറഞ്ഞതുപോലെ തന്നെ മൾട്ടി ടാലന്റഡ് ആണ് സ്ത്രീകൾ. അങ്ങനെ മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ പ്രവർത്തിക്കാനും ആ ഒരു സംഘടനയെ അതിശക്തമായിട്ട് അതിഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇതിൽ നിന്ന് പിരിഞ്ഞു പോയ ആളുകൾക്കെല്ലാം തിരികെ വരാം എന്നൊരു പ്രസ്താവന കൂടി ഈ ഒരു അമ്മ സംഘടനയുടെ ഈ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ശ്വേത പറയുകയുണ്ടായി. ഞാൻ ഇതിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിപ്പോയി. ശ്വേതാ മേനോന് ഈ അടുത്ത കാലത്ത് ഏതെങ്കിലും സിനിമയിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കുക്കു പരമേശ്വരൻ എന്ന് പറയുന്ന ഇയാള് ഏതെങ്കിലും സിനിമയിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള അൻസിബ ഹസൻ ഈ അടുത്ത കാലത്ത് ഏതെങ്കിലും സിനിമയിലൊക്കെ അഭിനയിക്കുകയും ഒരു ലീഡിംഗ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് വലിയ പിടുത്തമില്ല. പിന്നെ ലക്ഷ്മി പ്രിയ ഒരു സംഘിണിയാണ്, അറിഞ്ഞെടുത്തോളം ഒരു നല്ല സംഘിണിയാണ്. ഇവർ ഏതെങ്കിലും സിനിമയിൽ ഉണ്ടോ എന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. അതും പോട്ടെ, അമ്മയെ ഇനി ഇവർ നയിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ പോസ്റ്റർ ഉണ്ട്. ആ പോസ്റ്ററിൽ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ 2025-28 കാലഘട്ടത്തിലേക്ക് ഇനി ഭരിക്കാൻ പോകുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ആളുകളുടെ ഫോട്ടോസുകളൊക്കെ ഉണ്ടാവും. എനിക്കറിയുന്ന വളരെ കുറച്ച് നടീനടന്മാരേ ഉള്ളൂ. എനിക്കറിയാത്തവരാണ് കൂടുതൽ എന്നൊക്കെ പറയേണ്ടി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് സിനിമയിൽ അത്ര വലിയ സജീവമാകാതിരിക്കുന്ന കുറെ ആളുകൾ അമ്മയുടെ തലപ്പത്തുണ്ട്. എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, വലിയ പണിയൊന്നും ഇല്ലാത്ത ആളുകളെ പിടിച്ചിട്ട് ഈ സംഘടനയെ നയിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുക എന്നതാണ്. മോഹൻലാലിനൊക്കെ അത്യാവശ്യം പണിയുണ്ട്, അത്യാവശ്യം ജോലിയുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിൻ്റെ ഒപ്പം നിൽക്കാതിരിക്കുക നല്ലതെന്ന് തോന്നുന്നു. വലിയ പണിയും തുറയൊന്നും ഇല്ലാത്ത കുറെ ആളുകൾ ഇതിന് തലപ്പത്ത് നിന്ന് പ്രവർത്തിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണോ എന്ന് സംശയം തോന്നുന്നു എന്നാണ് ഞാൻ പറഞ്ഞിട്ട്. ഇനി അതിൻ്റെ പേരിൽ എന്നെ നെഞ്ചത്തേക്ക് കയറാൻ വരേണ്ട. കാരണം ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, അമ്മ എന്ന് പറയുന്ന നടീനടന്മാരുടെ ഈ ഒരു സംഘടനയില് ഇക്കഴിഞ്ഞ ഈ ഇലക്ഷനിൽ വോട്ട് ചെയ്യാത്തവരായിട്ടുള്ള ചില ആളുകളുണ്ട്. അവരുടെ എണ്ണം നോക്കുമ്പോൾ, അവരെ നോക്കുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനത്തെ ഒരു സംശയം ഉണ്ടായത് കേട്ടോ. വോട്ട് ചെയ്യാത്ത പ്രമുഖ താരങ്ങളിലെ ഒന്നാമത്തെ മനുഷ്യൻ അത് മമ്മൂട്ടിയാണ്. രണ്ടാമത്തത് അദ്ദേഹത്തിന്റെ മകനാണ് ദുൽഖർ സൽമാൻ. 3 ഫഹദ് ഫാസിൽ. 4 ആസിഫ് അലി. 5 ജയറാം. 6 പൃഥ്വിരാജ്. ശക്തമായ തീരുമാനങ്ങൾ. പൃഥ്വിരാജ് ആവട്ടെ, ഫഹദ് ഫാസിൽ ആവട്ടെ, ആസിഫ് അലി ആവട്ടെ, നട്ടലോട് കൂടിയിട്ട് ചില തീരുമാനങ്ങളൊക്കെ പറയുന്ന ആളുകളാണ്. ഇവരാരും ഈ അമ്മ സംഘടനയുടെ തെരഞ്ഞെടുപ്പിന് വന്നിട്ടില്ല, വോട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഈ പേര് വായിച്ച ആളുകളൊക്കെ, മോഹൻലാലൊക്കെ വോട്ട് ചെയ്യാൻ അവിടെ ഉണ്ടായിരുന്നു, വേറെ പണിയില്ലാത്തതിന് അവിടെ ഇരുന്നാന്ന് തോന്നുന്നുണ്ട്. എന്തായാലും മമ്മൂട്ടി, ദുൽഖർ സൽമാൻ, ഫഹദ്, ആസിഫ് അലി, ജയറാം, ഇവർക്കൊക്കെ തിരക്കാണെന്നേ, ഇവർക്കൊക്കെ പണിയുണ്ട്. അതുകൊണ്ട് ഇത്തരം സംഘടന അതിന് തലപ്പത്തേക്ക് കയറിയിരിക്കുക, അതിനുവേണ്ടി മത്സരിക്കുക എന്ന് പറയുന്ന അത്തരം ചീപ്പ് പരിപാടിക്കൊന്നും ഇവർക്ക് താല്പര്യമില്ലാത്തത് പോലെയാണ് ഇവർ മാറി നിൽക്കുന്നത്. നമുക്ക് സംശയം തോന്നിപ്പോകും കേട്ടോ. ആ സംശയം നിങ്ങളോടൊന്ന് പങ്കുവെച്ചതാണ്. കഴിഞ്ഞിട്ടില്ല. പൃഥ്വിരാജിന് ശേഷം വേറെ ആളുണ്ട്, ഉർവശി, വോട്ട് ചെയ്തിട്ടില്ല. ഇന്ദ്രജിത്ത് വോട്ട് ചെയ്തിട്ടില്ല. കുഞ്ചാക്ക ബോബൻ വോട്ട് ചെയ്തിട്ടില്ല. നിവിൻ പോളി വോട്ട് ചെയ്തിട്ടില്ല. മഞ്ജു വാര്യർ ആ പ്രദേശത്തേക്ക് വന്നിട്ടില്ല. നസ്രിയ വോട്ട് ചെയ്തിട്ടില്ല. അപ്പൊ അത്യാവശ്യം നമ്മുടെ സിനിമാ മേഖലയിൽ ജോലിയുള്ള, പണിയുള്ള, അഭിനയം എന്ന് പറയുന്ന ജോലി വളരെ വൃത്തിയായിട്ട് ചെയ്തു പോകുന്ന പല പ്രമുഖ നടന്മാരും ഇതിലേക്ക് വന്നിട്ടില്ല. അവരവരെ അഭിപ്രായം പറഞ്ഞിട്ടില്ല. അവരഭിപ്രായം മറ്റുള്ളവർക്ക് കാണത്തക്ക രീതിയിൽ അവർ വോട്ട് ചെയ്തിട്ടില്ല. ആരെ ജയിപ്പിക്കണമെന്ന് അവർ തീരുമാനിച്ചിട്ടില്ല. ജയിച്ചവർ ഭരിക്കുകയാണെങ്കിലും ഭരിക്കട്ടെ, ഭരിക്കുന്നില്ലെങ്കിലും ഭരിക്കണ്ട.
ഞങ്ങൾ ഇങ്ങനെ സിനിമയും ചെയ്ത് വളരെ മാന്യം മര്യാദയ്ക്ക് മുന്നോട്ട് പോയിക്കോളാമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ടൊവിനോ തോമസിനെ നമ്മൾ ഇതിൽ കണ്ടിരുന്നോ? ടൊവിനോ തോമസ് വോട്ട് ചെയ്തോ? ചെയ്തു എന്ന് നമുക്ക് വിചാരിക്കാം അല്ലെ. എന്തായാലും പ്രമുഖരായിട്ടുള്ള പല ആൾക്കാരും ഈ അമ്മ സംഘടനയിൽ വന്നിട്ടുമില്ല, വോട്ട് ചെയ്തിട്ടില്ല. ഇതിനേക്കാൾ അപ്പുറം പ്രമുഖരായിട്ടുള്ള പല ആളുകളും, സംവിധായകരും നടിമാരൊക്കെ ഇപ്പോഴും പുറത്തുണ്ട്, ഇതിൻ്റെ അകത്തില്ലാതെ. അപ്പോൾ ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ സംഘടന ഇനി നിലകൊള്ളുക എന്നൊക്കെ ഇനി നമ്മൾ കണ്ടറിയുക തന്നെ വേണ്ടി വരും. എന്തൊരു ശക്തരായിട്ടുള്ള ചില ആളുകൾ തലപ്പത്തേക്ക് എത്തിയിട്ടുണ്ട്. മറ്റു ജോലികളൊന്നും ചെയ്യാതെ അമ്മ എന്ന് പറയുന്ന സംഘടനയെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് അതിന്റെ തലപ്പത്തേക്ക് എത്തിയിരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ലെറ്റ് ഇറ്റ് ബി, ലെറ്റ് ദം ഡു ദി വർക്ക് അല്ലേ. അവരൊക്കെ ഗംഭീരമായിട്ട് അവരെ വർക്ക് ചെയ്യട്ടെ, മുന്നോട്ട് പോകട്ടെ. ബൈ.